ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, show that points A B plus C, B C plus A, C A plus B are collinear. ഈ മൂന്ന് പോയിന്റ്സും കൊളീനിയർ ആണ് എന്നുള്ളത് ഷോ ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സും കൊളീനിയർ ആവണമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0, അതായത് ഏരിയ 0 ആവണം. ഏരിയ 0 ആവണം. അപ്പോൾ ഏരിയ കാണാം നമുക്ക്. ഇത് 0 എന്ന് നമുക്ക് പറയാം. ഒന്നെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് സാധാ പോലെ കാണാം, അല്ലെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഐഡൻറ്റിക്കൽ കോൾ റോ ആണോ എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമിനൻറ്റ് 0 ആക്കാം. അപ്പോൾ C3 ചേഞ്ചസ് ടു C3 പ്ലസ് C2 ഹാഫ് ഇൻറ്റു 1 1 1 A plus B plus C. ഇത് പ്ലസ് ഇത്. ഒന്നെങ്കിൽ നേരിട്ട് ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് ഡിറ്റർമിനൻറ്റ് അത് 0 ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതേപോലെ രണ്ടെണ്ണം ആഡ് ചെയ്താൽ ഐഡൻറ്റിക്കൽ കോൾ റോസ് ഉണ്ടാക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ തേർഡ് കോളത്തിൽ നിന്ന് A പ്ലസ് ബി പ്ലസ് സി ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി ഡിറ്റർമിനൻറ്റ് 1 1 1 A B C 1 1 1. ഇപ്പോൾ ഐഡൻറ്റിക്കൽ കോളം വന്നു. ഐഡൻറ്റിക്കൽ കോളം വന്ന ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0 ആൻസർ കിട്ടി. അപ്പോൾ ഏരിയ 0. therefore ഏരിയ 0 ആണെങ്കിൽ therefore the points A, B and C are collinear. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടി. ഇതിൽ നിന്ന് മനസ്സിലായി കൊളീനിയർ ആവണമെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ അതായത് ഏരിയ 0 ആയാൽ മതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് (1 2 and 3 6) using determinants. ഈ രണ്ട് പോയിന്റ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഒരു പോയിന്റ് എടുക്കുക, x, y. let s, y is any point
on the line, let x comma y be any point on the line. Let x comma y be any point on the line. Area formed by these three collinear point is 0. അപ്പോൾ ഈ 3 പോയിന്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും, കൊളീനിയർ പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എക്സ് വൈ 3 6 minus 1 into 1x 1 3 plus 2 into 1x, sorry, 1 into minus 1 into 1 1 y 6 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇത് 0 ആണ്. ഇനി ഈ 1/2 റൈറ്റ് സൈഡ് പോവാം, അപ്പോൾ അത് 0, ബാക്കി ഡിറ്റർമിനൻറ്റ് ചെയ്ത് 6x മൈനസ് 3y മൈനസ് 1 ഇൻറ്റു 6 മൈനസ് 5 3 minus x 0. 6x minus 3y minus 6 plus y plus 6 minus 2x equal to 0. 6x minus 2x 4x minus 2y equal to 0. Y equal to 2x. This is the required equation of the line. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, if area of triangle is 35 square unit with vertices two minus 6 5 4 and k4, then k is ഓപ്ഷൻ ആണുള്ളത്. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി -2, ഓപ്ഷൻ സി -12 -2, ഓപ്ഷൻ ഡി
12 മൈനസ് 2. ഈ ക്വസ്റ്റ്യനോടും ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. Area of the triangle is 35 square unit with vertices ഇതാണ്. Then case. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 എസ് കോർഡിനേറ്റ് 2 5 k -6 4 4 ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതാണ് വെർട്ടിസസ് എന്ന ഏരിയ ഓഫ് ട്രയാങ്കിൾ. അത് 35 സ്ക്വയർ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 35 എന്നെടുക്കാം. ഇനി 2 റൈറ്റ് സൈഡ് പോവുക, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 70. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് -2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് -6 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. 20 - 4k 2 ഇൻറ്റു 4 - 4 0 -6 ഇൻറ്റു k -5 20 - 4k ഇത് 0 -6k + 30 = +or -7 50 minus 20 + 30 50 minus 10k +or -70. അപ്പോൾ ഇത് രണ്ടെണ്ണാക്കി എടുക്കുക. 50 - 10k 70 അല്ലെങ്കിൽ 50 - 10k -70. ഇതിൽ നിന്ന് 10k എന്ന് പറഞ്ഞാൽ 50 - 70 -20. ഇപ്പം k എന്ന് പറഞ്ഞാൽ -2. ഇതിൽ നിന്ന് 10k എന്ന് പറഞ്ഞാൽ 50 + 70 120 12. Therefore values of k equal to -2 12. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഡി. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. മൈനർ ആൻഡ് കോഫാക്ടർ, അതാണ് അടുത്ത ടോപ്പിക്. മൈനർ ആൻഡ് കോഫാക്ടർ. അടുത്ത ടോപ്പിക്കാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. എന്താണ് മൈനർ, എന്താണ് കോഫാക്ടർ, അതാണ് പറയാൻ പോകുന്നത്. മൈനർ ആദ്യം പറയാം. മൈനറിന്റെ ഡെഫിനിഷൻ: മൈനർ ഓഫ് ആൻ എലമെന്റ് Aij, minor of an element Aij of a determinant minor of an element Aij of a determinant is the determinant obtained by deleting
its ith row and jth column in which element aij lies. In which element aij lies. Minor of an element aij is denoted by capital Mij. Minor of an element aij is denoted by capital Aij. Sorry, capital Mij. Minor of an element aij is denoted by capital Mij. അതായത് ഒരു എലമെന്റിന്റെ മൈനർ കാണാം. മൈനർ ഓഫ് ആൻ എലമെന്റ് aij എന്നുള്ളൊരു എലമെന്റിന്റെ മൈനർ കാണാം. ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് ith റോ ആൻഡ് jth കോളം. ഒരു എലമെന്റിന്റെ മൈനർ കാണാൻ ആ എലമെന്റ് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ്. ഇപ്പൊ aijന്റെ മൈനറിനെ ഡിനോട്ട് ചെയ്യൽ ക്യാപിറ്റൽ Mij ആണ്. മനസ്സിലായെന്ന് വിചാരിക്കും. എക്സാമ്പിൾ നോക്കാം. ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9. ഞാൻ ചോദിച്ചു ഈ 3 എന്നുള്ള എലമെന്റിന്റെ മൈനർ എന്താണ്? അപ്പോൾ ആ പൊസിഷൻ എന്താ നോക്കുക. A12 നമുക്ക് പൊസിഷൻ മെട്രിക്സ് പറഞ്ഞിട്ടുണ്ട്. A11 A12 A13. ആ പൊസിഷൻ എഴുതാ A13. ആ ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിലുള്ള എലമെന്റ് 3 ആണ്. അതാണ് ആ പൊസിഷൻ പറയുന്നത്. aij എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലുള്ള എലമെന്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ij എന്ന് പറഞ്ഞാൽ ith റോയിൽ jth കോളത്തിലുള്ള എലമെന്റ്. അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. aijൻ്റെ മൈനറിന് Mij എന്ന് പറയും. ഓക്കെ, A13 3 ആണ്. ഇതിൻ്റെ മൈനർ ആ ലൈ ചെയ്യുന്ന റോയും കോളും അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഈ 3 ലൈ ചെയ്യുന്ന റോയും കോളും അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് മനസ്സിലങ്ങ് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ എക്സ്പാൻഷൻ ചെയ്യലില്ലായിരുന്നു, അതേപോലെ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ. അപ്പം എന്താ വരിക? 4 5 7 8. നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യില്ലേ, ആ ഒരു ഐഡിയ തന്നെ. അത് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇതെന്താ വരിക? 4 × 32 - 35 - 3. ഇതിനെ ഡിനോട്ട് ചെയ്യൽ ക്യാപിറ്റൽ M13 എന്നാണ്. A13ൻ്റെ മൈനറിനെ M13 എന്ന് പറയും. aijൻ്റെ Mij എന്ന് പറഞ്ഞ് A13ൻ്റെ M13. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 3ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ -3 ആണ്. യെസ് ഓർ നോ? ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്തത് മൈനർ റെഡിയായി. ഇനി അടുത്ത് കോഫാക്ടർ. ഇത് കോഫാക്ടർ ഓഫ് ആൻ element aij is denoted by capital Aij and defined by aij equal to -1 ഈ സഫിക്സിൻ്റെ സം i + j ഇൻറ്റു Mij. ഇപ്പോൾ കോഫാക്ടർ കാണാൻ, ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാൻ -1 ആ പൊസിഷൻ്റെ സമ്മ് ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ മൈനർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ ഇപ്പോൾ 3 എന്നുള്ള എലമെൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും, ഈ 3 എന്നുള്ള എലമെൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും. ആ 3ൻ്റെ പൊസിഷൻ എന്താണ്?
A12 അത് 3 ആണ്. അതിൻ്റെ മൈനറിനെ ഡിനോട്ട് ചെയ്ത് M12 എന്നാണ്. അതെങ്ങനെ കാണുക? അത് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 1 0 1 1 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താ വരിക? 1 മൈനസ് 0 1. അതിൻ്റെ കോഫാക്ടർ A12 അതെങ്ങനെ കാണാം? -1/2 ഇതിൻ്റെ സം 3 ഇതിൻ്റെ സം 3 ഇൻറ്റു M12 നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. -1ൻ്റെ ക്യൂബ് മൈനസ് M12 നേരത്തെ കിട്ടിയത് 1 -1 ഇൻറ്റു 1 -1. ഒന്നെങ്കിൽ ഈ -1/2 എടുക്കുന്നത് ഒന്നെങ്കിൽ ഓടാണെങ്കിൽ -1/2 -1 ആയിരിക്കും. ഈ പവർ ഈവൺ ആണെങ്കിൽ +1 ആയിരിക്കും. അപ്പോൾ കോഫാക്ടർ ഒന്ന് മൈനറോ അല്ലെങ്കിൽ മൈനറിൻ്റെ നെഗറ്റീവോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ -1/2 ഓടാണെങ്കിൽ -1 -1/2 ഈവൺ ആണെങ്കിൽ +1. അപ്പോൾ ഇവിടെ കോഫാക്ടറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ -1/i + j ഇൻറ്റു MIJ ഇതിൽ ഇതൊന്നെങ്കിൽ +1 -1 ആയിരിക്കും. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മൈനർ ആയിരിക്കും, +1 ആണെങ്കിൽ മൈനർ, -1 ആണെങ്കിൽ നെഗറ്റീവ് മൈനറിനായിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ അടുത്ത ഒരു എക്സാമ്പിൾ എഴുതാം. മൈനസ് ആൻഡ് കോഫാക്ടർ. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സിൽ ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു എക്സാമ്പിൾ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സിൽ ഒരു എക്സാമ്പിൾ. Find minus and cofactors of all the elements of the determinant of the determinant 1 - 2 4 3 1 - 2 4 3. ഈ ഡിറ്റർമിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. പൊസിഷൻ A11 അതിൻ്റെ മൈനർ ആ റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് 3. അതിൻ്റെ കോഫാക്ടർ A11 -1/2 ഇതിൻ്റെ സമ്മ് 2 M11 1 ഇൻറ്റു M11 1 ഇൻറ്റു 3 3. സെക്കൻഡ് എലമെൻറ്റിൻ്റെ -4. ഇനി തേർഡ് A21 M21 +2. ഇനി അടുത്ത എലമെന്റ് A22 മൈനർ M22 ആ റോയും കോളും എഡിറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിന് എഡിറ്റ് ചെയ്യുക.
ഈ എക്സാമ്പിൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെയാണ് മൈനറും കോഫാക്ടറും കാണാം എന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത് find minus and cofactors of the elements A11, A21 in the determinant ഇതാണ് ക്വസ്റ്റ്യൻ. A11-ൻ്റെയും A21-ൻ്റെയും മൈനറും കോഫാക്ടറും കാണാം. A11 അതിൻ്റെ മൈനറിനെ M11 എന്ന് പറയും. ആ A11 ലൈ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് A22, A23, A32, A33. ആ റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താ വരിക? A22 ഇൻറ്റു A33 മൈനസ് A32 ഇൻറ്റു A23. ഇതാണ് M11 വരിക, മൈനർ വരിക. അതിൻ്റെ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യൽ A11 ആണ്. അത് -1/2 ഇത് പ്ലസ് ഇത് 2 ഇൻറ്റു M11 -1² 1 ഇൻറ്റു M11. അപ്പോൾ M11 തന്നെയാണ് ഇതിൻ്റെ കോഫാക്ടർ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. A22, A33 മൈനസ് A32, A23. ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ മൈനർ. മൈനറും കോഫാക്ടറും സെയിം. ഇനി A21-ൻ്റെ മൈനർ M21. A21 അത് ലൈ ചെയ്യുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് A12, A13, A32, A33. ഇതിൻ്റെ കോഫാക്ടർ A21 മൈനസ് M2. ഇതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ A32, A13 പ്ലസ് ആവും, ഇത് മൈനസ് ആവും. A12, A33. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഇപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കാണാനും വേണ്ടി
സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എനി റോ ഓർ കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് കോഫാക്ടർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് കിട്ടും. പോയിന്റ് വേണമെങ്കിൽ എഴുതി വെച്ചു. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് element of any row or column with their corresponding cofactors. അതാണ് ഡിറ്റർമിനന്റ്. അതായത് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എലമെന്റ് ഓഫ് എനി റോ ഓർ കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ്. അതാണ് ഡിറ്റർമിനന്റ്. എന്നൊരു വേറൊരു പോയിന്റ് കൂടി എഴുതി വെക്കുക. If elements of a row or column are multiplied with cofactors of any other row or column, then their sum is 0. Any cofactors of any other row or column then their sum is 0. ഈ രണ്ടിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് തിയറി NCERT ഉള്ള തിയറിയാണ്, 2 പോയിൻ്റാണ്. ആ 2 പോയിൻറ്റിൻ്റെ മീനിങ് പറഞ്ഞതാണ്. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ്. ഏതെങ്കിലും റോയോ ഏതെങ്കിലും കോളത്തിലുള്ള എലമെൻറ്റ് അതിൻ്റെ കോഫാക്ടറുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ സം 0 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ് അതിൻ്റെ കോഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ റോയും അതിൻ്റെ കോഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. A11 അതിൻ്റെ കോഫാക്ടർ പ്ലസ് അപ്പോൾ A11 അതിൻ്റെ കോഫാക്ടർ, A12 അതിൻ്റെ കോഫാക്ടർ, A13 അതിൻ്റെ കോഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കിട്ടും. നേരത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തില്ലേ ഫസ്റ്റ് റോക്ക് വെച്ച്, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ ഇങ്ങനെ ചെയ്താലും കിട്ടും. അടുത്ത പോയിന്റ് പറയുന്നത് if elements of a row or column, ഒരു കോളത്തിലോ റോയിലോ ഉള്ള എലമെൻറ്റ്സ് ആർ മൾട്ടിപ്ലൈഡ് വിത്ത്, അത് മൾട്ടിപ്ലൈ ഉണ്ട് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം. ഏതെങ്കിലും റോയിലോ കോളത്തിലുള്ള എലമെൻറ്റ് വേറെ ഏതെങ്കിലും കോളത്തിലോ റോയിലോ ഉള്ള കോഫാക്ടേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ A11 ഇതിലുള്ള ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ് തേർഡ് റോയിലുള്ള കോഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. A13 A31 A12 A32 A13 A32. അങ്ങനെ ഒരു റോയിലുള്ള എലമെൻറ്റ് വേറെ ഏതെങ്കിലും റോയിലുള്ള കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഇത്രയും മനസ്സിലായിരുന്നു. ഈ 2 പോയിന്റുകൾ മൈനേഴ്സും കോഫാക്ടേഴ്സിലും പഠിക്കുക.
ഇത് വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഫൈൻഡ് മൈനസ് and cofactors of the elements of the determinant to minus 3 5 2 minus 3 5 6 0 4 1 5 minus 7 and verify that A11 into A31 A12 into A32 A13 into A33 equal to 0. മൈനറും കോഫാക്ടറും ഓരോ എലമെൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും കാണും. ആൻഡ് വേരിഫൈ ഇത് ഈക്വൽ ടു 0 എന്ന് വേരിഫൈ ചെയ്യണം. ഓരോന്നെടുക്കാം. ഫസ്റ്റ് എലമെൻറ്റ് A11 2 അതിൻ്റെ മൈനറിനെ ഡിനോട്ട് ചെയ്യും M1 റോയും കോളും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് A11 കോഫാക്ടർ ഇതിൻ്റെ സമ്മ് M11 1 into minus 20 minus 20 ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കണ്ടു. അതേപോലെ നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കാണാം കോഫാക്ടറും കാണാം. അടുത്ത എലമെൻറ്റ് അപ്പോൾ ഈ 3 എലമെൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും കണ്ടു. ഇനി അടുത്ത എലമെൻറ്റ് 6.
A21 മൈനറിനെ ഡിനോട്ട് ചെയ്യൽ M21. ആ റോയും കോളും ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ളതിന് ഡിറ്റർമിനന്റ്. -21 - 24 -4 A21. ഇനി A22 അത് 0 ആണ്. -251 - 7 A22. ഇനി A23 4 A31 പിന്നെ 2 കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ എഴുതാം A32 ഇനി A33 ഒക്കെ കിട്ടി. എല്ലാ എലമെൻറ്റിൻ്റെയും മൈനറും കിട്ടി, കോഫാക്ടറും കിട്ടി. അപ്പോൾ അത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വേരിഫൈ ചെയ്യണം.
ഇത് ഈക്വൽ ടു ഇതാണെന്ന് സീറോ ആണെന്ന് വെരിഫൈ ചെയ്യണം. ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതുന്നു. ഇത് സീറോ എന്ന് വെരിഫൈ ചെയ്യാം. A11 2 A31 ഇവിടെ A31 -2 A13 5 sorry A12 -3 A32 22 A13 5 A33 18. ഇത് ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ് വരിക. -24 -66 +90 -90 +90 0 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു.